ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി പടരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്തിൽ മാത്രം 35,000-ഓളം പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്. ചേർത്തല ഗ്രാമപഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭഘട്ടം നിലയ്ക്ക് നമ്മൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ കള്ളിംഗ് നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് കളക്ടറിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മീറ്റിംഗ് കൂടിയിരുന്നു. പള്ളിപ്പുറം പഞ്ചായത്തിൽ 4 ഫാമുകളിലാണ് നമുക്ക് നിലവിൽ പക്ഷിപ്പനി ഭോപ്പാലിൽ നിന്ന് വന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുന്നത്. വാർഡ് 15, വാർഡ് 11, വാർഡ് 3, മൂന്നാം വാർഡിൽ 2 ഫാമുകൾ ഉൾപ്പെടെ അങ്ങനെ 4 പോസിറ്റീവ് കേസുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാളെ കള്ളിംഗ് നടക്കുന്നത് ഈ 4 ഫാമുകളിലും ഈ ഫാമുകളുടെ 1 കിലോമീറ്റർ ചുറ്റിലുള്ള മുഴുവൻ പക്ഷികളെയും വളർത്തുപക്ഷികൾ ഉൾപ്പെടെ കള്ളിംഗ് ചെയ്യുവാനാണ് ഇപ്പോൾ നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ 1 കിലോമീറ്റർ ചുറ്റിലുള്ള മുഴുവൻ പക്ഷികളെയും കള്ളിംഗ് ചെയ്യുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെങ്ങന്നൂർ ഹാച്ചറിയിൽ ഉൾപ്പെടെ ജില്ലയിൽ 2 ദിവസത്തിനുള്ളിൽ 8 സ്ഥലങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ചേർത്തല നഗരസഭ 4-ാം വാർഡ്, പള്ളിപ്പുറം പഞ്ചായത്ത് 3, 5, 11 വാർഡുകൾ, തണ്ണീർമുക്കം പഞ്ചായത്ത് 18-ാം വാർഡ് എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പള്ളിപ്പുറം പഞ്ചായത്തിൽ മാത്രം 3 വാർഡുകളിലായി 4 സ്ഥലങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ചൊവ്വാഴ്ച മുതൽ കള്ളിംഗ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. പള്ളിപ്പുറം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പക്ഷികളെ കൊന്നുമറവ് ചെയ്യുന്നത്. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലെ കോഴി, താറാവ് ഉൾപ്പെടെയുള്ള 35,000-ഓളം പക്ഷികളെ കൊന്നുമറവ് ചെയ്യാനാണ് തീരുമാനം. പഞ്ചായത്തിലെ 10ഓളം വാർഡുകളും തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിലെ കുറച്ചു ഭാഗവും കള്ളിങ്ങിന്റെ പരിധിയിൽ വരും. പഞ്ചായത്തിൽ യോഗം ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അറിയിച്ചു. വിൻമീഡിയ, ചേർത്തല.